മിഥുൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പടിഞ്ഞാറേക്കല്ലട, വിളന്തറ, വലിയപാടം ഗ്രാമം ഗ്രന്ഥശാല ആൻഡ് വായനശാലയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. 2025 ജൂലൈ 17 തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. പടിഞ്ഞാറേക്കല്ലട, വിളന്തറ, വലിയപാടം ഗ്രാമം ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് മിഥുൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. 2025 ജൂലൈ 17 തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മിഥുൻ. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് മിഥുന് അബദ്ധത്തിൽ വൈദ്യുത കമ്പിയിൽ തട്ടി അപകടമുണ്ടായത്. ഗ്രന്ഥശാല അങ്കണത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. മിഥുൻ എന്ന കുട്ടി അവരുടെ കൗമാരത്തിൽ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. എന്തുകൊണ്ടാണ് മിഥുൻ ഇത്രയേറെ, അതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ ഇവിടെ സിനിമയുടെ സംവിധായകൻ കൂടിയായിട്ടുള്ള ശ്രീ സന്ധ്യ മോഹനൊക്കെ വിശദീകരിച്ചു. പക്ഷേ കൗമാരപ്രായത്തിലാണ് ഏറ്റവും വലിയ സാഹസികത നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകും. കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. 1.5 മാസക്കാലം കൊണ്ട് തന്നെ തന്റെ സഹപാഠികൾക്കും കൂടെയുള്ള കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കുമെല്ലാം വളരെ പ്രിയപ്പെട്ടവരായി മാറുകയും അതുകൊണ്ട് തന്നെ അവരെ എല്ലാം അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തുന്ന തരത്തിലാണ് ആ മരണം സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമുക്ക് അങ്ങനെ അവൻ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ പ്രദേശത്തെ ആളുകളുടെ മനസ്സിന് സ്നേഹം നൽകിക്കൊണ്ട് ആണ് കടന്നുപോയത്. ഒരു സാധാരണ കുടുംബം സാമ്പത്തികമായ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം ഇടയിലും ആ മിഥുനെ 2 കുട്ടികളെയും നന്നായി പഠിപ്പിക്കണമെന്ന ഒരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പഠിപ്പിക്കുന്നതിന് ഏറ്റവും ശ്രദ്ധ പുലർത്തുകയും അതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു കുടുംബം കൂടിയാണ്. ഗ്രന്ഥശാല സെക്രട്ടറി ടി ശിവരാജൻ സ്വാഗതം പറഞ്ഞു. വാർഡംഗം വിജയനിർമ്മല, പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ എം ശങ്കരപിള്ള, കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം കെ സാബു, ലൈബ്രറി കൗൺസിൽ അംഗം സി കെ അജയകുമാർ, മുൻ ബ്ലോക്ക് അംഗം ബി രതീഷ്, ഗ്രന്ഥശാല കമ്മിറ്റി അംഗങ്ങളായ ടി സുദർശന, പി ജയപ്രകാശ്, ലൈബ്രറിയൻ സൂര്യ ബിജിലാൽ എന്നിവർ പങ്കെടുത്തു. അമ്മ വരുന്ന ദിവസം എയർപോർട്ട് മുതൽ ഞാനപ്പോൾ ആലോചിക്കുന്നു, ഉമ്മൻചാണ്ടി സാർ മരിക്കുമ്പോൾ പോലും ഇത്രയും ലൈവായിട്ട് ഇത്രയും വാർത്ത വന്നിരുന്നില്ല. 2-3 ദിവസം ഞാനിപ്പോൾ അത് നിന്നു, പക്ഷെ ഇത് തീരുന്നില്ല. അപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ, എന്താണ് ഇതിൻ്റെ പിന്നിൽ അറിയണമെന്ന് കരുതി ഞാൻ ആ സമയത്ത് ഇവിടെ ശിവരാജൻ മെമ്പറെ ബന്ധപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും വരണ്ട, ആരും നോർമലായിട്ടില്ല. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. പ്രാവശ്യം വന്നു സംസാരിച്ച് ഭയങ്കര സങ്കടമാണ്. എല്ലാവരിൽ നിന്നും ഈ മിഥുനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ തല മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.